ഗായ്സ്, നമുക്കിന്നൊരു മീൻ പറ്റിച്ചത് ഉണ്ടാക്കിയാലോ? ഇതിനെ മീൻ പീരയെന്നും മീൻ പീര പറ്റിച്ചതെന്നും ഒക്കെ പറയാറുണ്ട്. ഇന്ന് എന്റെ അമ്മയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 12 പച്ചമുളക് ഇടുക. എരിവിനനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ആവാം. ഇനി 10 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ശേഷം അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എല്ലാം ഒന്നിട്ട് ചതച്ചെടുക്കണം. ചതച്ച മിശ്രിതം ഒരു പാത്രത്തിലിട്ട ശേഷം 2 കുഞ്ഞുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും, 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി കുരുകുരേ അരിഞ്ഞതും, 2-3 തണ്ട് കറിവേപ്പിലയും 4 കഷ്ണം കുടംപുളിയും ഇട്ട് ഒന്ന് ഞെരടി എടുക്കാം. പുളിയുടെ ഉറ അനുസരിച്ച് ഈ കഷ്ണങ്ങൾ കൂട്ടുകയോ കുറയുകയോ ആകാം. ഇത് നല്ല ഉറയുള്ള പുളിയാണേ. ഇനി 1/2 കിലോ നന്നായി വൃത്തിയാക്കിയ വേളൂരി മീൻ ഒരു മൺചട്ടിയിലിട്ട് ഈ അരപ്പെല്ലാം ഒന്നിട്ട് ഇളക്കി, ചാറിന് ആവശ്യമുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ടൊന്ന് ഇളക്കി സ്റ്റൗ ഓൺ ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ, അതായത് അരവേവാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. മീനെല്ലാം ഒന്ന് വെന്ത് ആവശ്യത്തിനുള്ള ചാറാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. സ്റ്റൗവിൽ തന്നെ ചട്ടി വെക്കണേ. മൺചട്ടിയല്ലേ, അപ്പോൾ ഈ വെള്ളം കുറച്ചുകൂടി വലിച്ചെടുക്കും. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ചാറ് കിട്ടും. ഇവിടെ ചാറ് പൊതുവേ ഇഷ്ടമല്ല ആർക്കും, അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്തത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചാറ് എടുക്കുക. ചിലർക്ക് ചാറ് കൂടുതലല്ലേ ഇഷ്ടം. നിങ്ങൾ മല്ലിപ്പൊടി ഇടാറുണ്ടോ? ഇവിടെ അമ്മ മല്ലിപ്പൊടി ഇട്ടാണേ മീൻ പറ്റിക്കാറ് എന്ന് പറഞ്ഞ് മല്ലിപ്പൊടി കൂടിപ്പോകരുത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അസാധ്യ രുചിയാണ്. ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.